ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. ഒന്നാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാർ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഏപ്രിൽ 19 ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. കേരളം ഉൾപ്പെടുന്ന രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. 12 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 89 സീറ്റുകളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. കേരളത്തിലെ 20 സീറ്റുകൾ, കർണാടകയിലെ 14 സീറ്റുകൾ, രാജസ്ഥാനിലെ 13 സീറ്റുകൾ അടക്കമുള്ളവയിലാണ് ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ്. ഏപ്രിൽ 4 വരെ പത്രിക സമർപ്പിക്കാൻ അവസരമുണ്ടായിരിക്കും. ഏപ്രിൽ 26 രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുക. സ്ത്രീകളെ ശാക്തീകരിക്കുകയെന്നത് ലോകത്തിന്റെ ഭാവിയിലേക്കുള്ള നിക്ഷേപമാണെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ലിംഗസമത്വവും സ്ത്രീകൾ നയിക്കുന്ന വികസനവും നീതിപൂർവകവും പുരോഗമനപരവുമായ സമൂഹത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. FICCI ലേഡീസ് ഓർഗനൈസേഷന്റെ 40ാം വാർഷിക പരിപാടിയിൽ അംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് അടിയന്തര ഇടക്കാല ആശ്വാസം നൽകാൻ ഡൽഹി ഹൈക്കോടതി ഇന്ന് വിസമ്മതിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED അറസ്റ്റും 6 ദിവസത്തെ റിമാൻഡും ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി EDക്ക് നോട്ടീസ് അയച്ചു. കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലാണ് ഈ മാസം 21 മുതൽ കെജ്രിവാൾ. കേസിന്റെ അടുത്ത വാദം ഏപ്രിൽ 3 നടക്കും. 1 മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വാർഷിക പരീക്ഷയെ അടിസ്ഥാനമാക്കി ആരംഭിച്ച പഠന പിന്തുണ പരിപാടിയുടെ കരട് SCERT വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഏപ്രിൽ 10 വരെ അഭിപ്രായങ്ങൾ അറിയിക്കാമെന്ന് മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. എല്ലാ കുട്ടികളുടെയും അക്കാദമിക നിലവാരം ഗുണമേന്മയുള്ളതാക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി നടപ്പിലാക്കുന്നത്. മാസപ്പടി കേസിൽ അന്വേഷണം ആരംഭിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. EDയുടെ കൊച്ചി യൂണിറ്റാണ് അന്വേഷണം നടത്തുന്നത്. എക്സാലോജി സൊല്യൂഷൻസ് എന്ന കമ്പനി CMRL എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് നൽകാത്ത സേവനത്തിന് പ്രതിഫലം കൈപ്പറ്റിയെന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാദത്തിന് തുടക്കമിട്ടത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അടുത്ത മാസം 3 വയനാട്ടിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. തുടർന്ന് റോഡ് ഷോയും ഉണ്ടാകും. CPI നേതാവ് ആനി രാജ, BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ എന്നിവരാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന മറ്റു പ്രമുഖർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാന തലത്തിൽ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും നൽകുന്ന ദൃശ്യ ശ്രവ്യ പരസ്യങ്ങൾക്ക് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ജില്ലാതലത്തിൽ സ്ഥാനാർത്ഥികളും വ്യക്തികളും നൽകുന്ന തെരഞ്ഞെടുപ്പ് പരസ്യങ്ങൾക്ക് ജില്ലാതല മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അംഗീകാരമാണ് വേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ മൊബൈൽ ആപ്പിലൂടെ സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലമടക്കമുള്ള വിശദാംശങ്ങൾ അറിയാം. നോ യുവർ കാൻഡിഡേറ്റ് KYC എന്ന പേരിൽ പുറത്തിറക്കിയ ആപ്പിലൂടെയാണ് സൗകര്യമൊരുക്കിയിട്ടുള്ളത്. സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ മരുന്ന് പരിശോധനാ ലബോറട്ടറികളിൽ നടത്തിയ ഗുണനിലവാര പരിശോധനയിൽ ഗുണനിലവാരമില്ലാത്തതായി കണ്ടെത്തിയ മരുന്ന് ബാച്ചുകളുടെ വിതരണവും വിൽപ്പനയും സംസ്ഥാനത്ത് നിരോധിച്ചു. ഈ മരുന്നുകളുടെ സ്റ്റോക്ക് കൈവശമുള്ള വ്യാപാരികളും ആശുപത്രികളും അവ തിരികെ വിതരണക്കാരന് നൽകി വിശദാംശങ്ങൾ ജില്ലാ ഡ്രഗ്സ് കൺട്രോൾ അധികാരികളെ അറിയിക്കണമെന്ന് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർ അറിയിച്ചു. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ നാളെ പെസഹ വ്യാഴം ആചരിക്കും. യേശുക്രിസ്തുവിന്റെ അവസാന അത്താഴ സ്മരണയായാണ് പെസഹ ആചരിക്കുന്നത്. ചടങ്ങുകൾ അർദ്ധരാത്രി വരെ നീളും. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ സ്മരണയിൽ മറ്റന്നാളാണ് ദുഃഖവെള്ളി ആചരണം. ഞായറാഴ്ചയാണ് ഈസ്റ്റർ. തിരുവനന്തപുരം ജില്ലയിലെ തെക്കൻ കുരിശുമല 67ാമത് തീർത്ഥാടനത്തിന്റെ രണ്ടാം ഘട്ടം നാളെ ആരംഭിക്കും. പെസഹ വ്യാഴം ദുഃഖവെള്ളി ദിവസങ്ങളിൽ നടക്കുന്ന തീർത്ഥാടനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ വെളുപ്പിന് 5 മണി മുതൽ സംഗമവേദിയിൽ നിന്ന് മലയിലേക്ക് വിശ്വാസികൾ കുരിശിന്റെ വഴി ആരംഭിക്കും. ഈസ്റ്റർ, റംസാൻ, വിഷു വിപണികൾ കേരളത്തിൽ നാളെ മുതൽ ആരംഭിക്കും. ഇത്തവണ എല്ലാ താലൂക്കിലും വിപണിയുണ്ട്. ഏപ്രിൽ 13 വരെ വിപണികൾ പ്രവർത്തിക്കും. കേരള കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം പഠിക്കാൻ ആൺകുട്ടികൾക്കും അനുമതി. കലാമണ്ഡലം ഭരണസമിതി യോഗത്തിലാണ് നിർണായക തീരുമാനം. മനുഷ്യാവകാശ സംരക്ഷണത്തിൽ കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് നാഗാലാൻഡ് മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് S. സെർത്തോ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിന് കമ്മീഷൻ ആസ്ഥാനത്തെത്തിയ അദ്ദേഹം കമ്മീഷൻ അംഗങ്ങളുമായി ചർച്ച നടത്തി. മധ്യവേനൽ അവധിക്കായി സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് അടച്ചു. ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇന്നലെ പൂർത്തിയായി. 9ാം ക്ലാസ് വരെയുള്ള പരീക്ഷകൾ ഇന്ന് അവസാനിച്ചതോടെയാണ് മധ്യവേനൽ അവധിക്ക് തുടക്കമായത്. കോളേജുകളും മറ്റു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നാളെ മുതൽ അവധി ആരംഭിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.